എല്ലാവർക്കും ഡെയിലി ടെസ്റ്റിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡെയിലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു ധനകാര്യ ബില്ല് രാജ്യസഭയ്ക്ക് 30 ദിവസം കൈവശം വെക്കാം എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്നത്തെ ടെസ്റ്റിൻ്റെ പ്രത്യേകത വളരെ ഈസിയാണ് ടെസ്റ്റ്. ഒരു ധനകാര്യ ബില്ല് രാജ്യസഭയ്ക്ക് 30 ദിവസം കൈവശം വെക്കാം, ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ധനകാര്യ ബില്ലിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫോൾസ് ആണ് പറയേണ്ടത് കേട്ടോ. ശരിയാണോ തെറ്റാണോ? 30 ദിവസം കൈവശം വെക്കാൻ, ധനകാര്യ ബില്ല് കൈവശം വെക്കാൻ രാജ്യസഭയ്ക്ക് അധികാരം ഉണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, ധനകാര്യ ബില്ലിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഒക്കെ വളരെ സിമ്പിൾ ചോദ്യമാണ്. മണി ബില്ലിനെ പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ? രണ്ടാമത്തെ ചോദ്യം. 3, LED പൂർണ്ണ രൂപം ഏത്? LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. LED എന്താണ്? LED പൂർണ്ണ രൂപം എന്ത്? 3. 4, ലെൻസിൻ്റെ പവറിനെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? 4, ലെൻസിൻ്റെ പവറിനെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. 4. 5, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട്, ഈ അവയവങ്ങൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ നിയമം, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 6, ശൂന്യവേള ക്വസ്റ്റ്യൻ അവറിന് മുമ്പാണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. ചോദ്യോത്തരവേളയുടെ മുമ്പാണ് ശൂന്യവേള, 0 അവർ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. ആറാമത്തെ ചോദ്യം. 7, OCIയുടെ പൂർണ്ണരൂപം ഏത്? OCI പൂർണ്ണരൂപം എന്ത്? സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് OCI. OCIയുടെ പൂർണ്ണരൂപം എന്ത്? ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദിക്കുന്നതാണ്. ഡബിൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ അനുവദിക്കുന്നതാണെന്നാണ് 8ാമത്തെ ചോദ്യം. അതും ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. 9ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യസഭാ ചെയർമാൻ ആയിരുന്നത് ആരാണ്? രാജ്യസഭാ ചെയർമാൻ. 10, ലോക് സേവ് പാർട്ടി സ്ഥാപിച്ചതാര്? ലോക് സേവാ പാർട്ടി സ്ഥാപിച്ചത് ആരാണെന്നാണ് 10ാമത്തെ ചോദ്യം. ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത്, ഒരു ധനകാര്യ ബില്ല് രാജ്യസഭയ്ക്ക് 30 ദിവസം കൈവശം വെക്കാൻ പറ്റുമോ? ഇല്ല, 14 ദിവസം മാത്രമേ അവർക്ക് കൈവശം വെക്കാൻ പറ്റൂ. കാരണം അതെന്താ? മണി ബില്ലാണ്, ധനകാര്യ ബില്ലാണ്. 2, ധനകാര്യ ബില്ലിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 110 ആണ്, ആർട്ടിക്കിൾ 110. 3, LED ഫുൾ ഫോം എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED. 4, ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ. 5, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് നിലവിൽ വന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട്, അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി അതുമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുലേറ്റ്സ് ഉള്ള നിയമം ഏതാണ്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് ആണ്. ഏത് വർഷമാണ്? 1994. വർഷമാണ് ചോദിച്ചിരിക്കുന്നത്, 1994. ശൂന്യവേള ക്വസ്റ്റ്യൻ അവറിന് മുമ്പാണ്. ശൂന്യവേള 12 മണിക്ക് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ അവറിനും അജണ്ടയ്ക്കും ഇടയ്ക്കുള്ള സെഷനാണ് ശൂന്യവേള, 0 അവർ എന്ന് പറയുന്നത്. 7ാമത്തെ ചോദ്യം, OCIയുടെ പൂർണ്ണരൂപം. സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടാണെന്നുള്ളതായിരുന്നു ക്ലൂ എന്ന് പറയുന്നത്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതാണ് OCI. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതാണ് OCIയുടെ പൂർണ്ണരൂപം. OCI ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോഴാണ് 8ാമത്തെ ചോദ്യത്തിൻ്റെ റെലവൻസ് വരുന്നത്. അവരൊക്കെ സിറ്റിസൺസ് ആണോ? ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദിക്കുന്നതാണെന്ന് പറയുന്നത് ശരിയാണോ? തെറ്റാണ്. ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമാണ്. വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് സ്വമേധയാ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് പോകും? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. 9ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യസഭാ ചെയർമാനായിരുന്നത് ആരാണ്? ഹമീദ് അൻസാരി. 10, ലോക് സേവാ പാർട്ടി സ്ഥാപിച്ചതായിരുന്നു. ലോക് സേവാ പാർട്ടി മാധവിക്കുട്ടി. ഇത്രയാണ് ആൻസേഴ്സ് ഉള്ളത്. ഇന്നത്തെ ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് എത്രയാണ് വെക്കേണ്ടത്? 10 ചോദ്യം, ഓരോ മാർക്ക് ഓരോ ചോദ്യത്തിനും 10ൽ 6 വെക്കാം. 6. ചിലപ്പോൾ ഓർമ്മിക്കാൻ ഇടയില്ലാത്ത കാര്യങ്ങൾ LED ആണ്. പിന്നെ ലെൻസിൻ്റെ പവർ, ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്ന് പറയുന്നതിൻ്റെ വർഷം ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യത. OCIൻ്റെ ഫുൾ ഫോം, ലോക് സേവാ പാർട്ടി, ഇതൊക്കെയാണ് ചിലപ്പോൾ ഇത്തിരി ടഫായി തോന്നിയേക്കാവുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് 6 കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.